ഓരോ വർഷം കഴിയുന്തോറും സർക്കാർ സ്കൂളുകൾ സെലക്ട് ചെയ്യുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് കുറയുന്നു എന്ന ആശങ്കയിൽ ഇന്ന് വീണ്ടും ഒരു പ്രവേശനോത്സവം കൂടി. 2.44 ലക്ഷം കുട്ടികളാണ് ഇത്തവണ സംസ്ഥാന സിലബസിൽ പ്രവേശനം നേടിയത്. കഴിഞ്ഞ വർഷം ഇത് 2.98 ലക്ഷമായിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 53,421 പേരുടെ കുറവാണ് ഇത്തവണ. സംസ്ഥാനതല പ്രവേശനോത്സവം കൊച്ചി എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ് എന്നത് അധ്യാപകരിൽ ആശങ്ക ഉണർത്തുന്നുണ്ട്. പലരുടെയും നിലനിൽപ്പിന്റെ പ്രശ്നം തന്നെയാണ്. ക്ലാസ്സിൽ തലയെണ്ണം കുറഞ്ഞാൽ അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. കാലവർഷം ശക്തി പ്രാപിച്ചുവെങ്കിലും ഇന്ന് തന്നെ സ്കൂൾ തുറക്കാനായിരുന്നു അധികൃതരുടെ തീരുമാനം. കാലവർഷം എത്തിയെങ്കിലും അതൊരു പ്രശ്നമല്ല എന്നും മഴ നനയാതെ എന്ത് പ്രവേശനോത്സവം എന്നുമാണ് സ്കൂളിലെ അധ്യാപകർ പറയുന്നത്. അതേസമയം ലഹരി വിതരണക്കാർ സ്കൂൾ വിദ്യാർത്ഥികളെ സമീപിക്കുന്നത് തടയാൻ നടപടി സ്വീകരിക്കുന്നു. വിദ്യാലയങ്ങൾക്ക് സമീപം എക്സൈസ് പട്രോളിംഗ് ശക്തമാക്കും. സ്കൂൾ പരിസരത്ത് സ്ഥിരമായി വന്നുപോകുന്നവരെയും കറങ്ങി നടക്കുന്നവരെയും പ്രത്യേകം നിരീക്ഷിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. ലഹരി കച്ചവടവുമായി ബന്ധമുള്ളവർ സ്കൂൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ എന്നതും പരിശോധിക്കും. അധ്യയന വർഷത്തിലുടനീളം നിരീക്ഷണം തുടരാൻ മന്ത്രി എം ബി രാജേഷ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വിവിധ വകുപ്പുകളുടെ ഏകോപനവും ഉറപ്പുവരുത്തി. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് വാഹന പരിശോധനയും നടത്തും. 5440 സ്റ്റേറ്റ് സിലബസ് സ്കൂളുകളിലും 847 സെൻട്രൽ സിലബസ് സ്കൂളുകളിലും ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കും. ലഹരി വിരുദ്ധ കൌൺസിലിംഗിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നിംഹാൻസ് മുഖേന പരിശീലനം നൽകിയിട്ടുണ്ട്. നേർവഴി പദ്ധതിയിലൂടെ 180 വിദ്യാർത്ഥികൾക്കും കൌൺസിലിംഗ് നൽകിയിട്ടുണ്ട്. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കൌൺസിലിംഗിനായി ടോൾ ഫ്രീ നമ്പർ 14405 ബന്ധപ്പെടാം. വിദ്യാർത്ഥികളിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവ വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടാൽ അധ്യാപകർക്ക് രഹസ്യമായി വിവരം കൈമാറാൻ 9656178000 എന്ന നമ്പറും സജ്ജീകരിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ തിരിച്ചറിഞ്ഞ് കൌൺസിലിംഗ് നൽകാൻ സജ്ജീകരണം ഒരുക്കി. കുട്ടികളെ തിരിച്ചറിയുന്നതിന് ക്ലാസ് ടീച്ചർമാർക്ക് സ്ക്രീനിംഗ് ടൂൾ നൽകിയിട്ടുണ്ട്. ആദ്യപടിയായി അധ്യാപകരും തുടർന്ന് കൌൺസിലർമാരും കൌൺസിലിംഗ് നൽകും. അതേസമയം അക്ഷരപഠനം ഒഴിവാക്കിയത് വിവാദമായിരുന്നതിനാൽ ഈ അധ്യയന വർഷം പുറത്തിറങ്ങിയ 1-ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ ആദ്യ ഭാഗത്ത് തന്നെ മലയാളം അക്ഷരമാല അച്ചടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ 1-ഉം 2-ഉം ക്ലാസ്സുകളിലെ പുസ്തകങ്ങളിൽ അക്ഷരമാല ഇടം പിടിച്ചത് അവസാന ഭാഗത്തായിരുന്നു. ആശയ അവതരണ രീതി തുടരുമെങ്കിലും അക്ഷരം ഉറപ്പിക്കാനുള്ള ഇടപെടലുകൾ നടത്തണമെന്ന് തന്നെയാണ് നിർദ്ദേശം. 5-ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ പീലിയുടെ ഗ്രാമത്തിലേക്ക് എന്ന പാഠത്തിൽ ഭിന്നശേഷിക്കാരി, അതിഥി തൊഴിലാളിയുടെ മകൾ എന്നിവരൊക്കെ കഥാപാത്രങ്ങളായി വരുന്ന വിദ്യാഭ്യാസവും മുന്നോട്ട് വയ്ക്കുന്നു. ഭരണഘടനയുടെ ആമുഖം എല്ലാ പുസ്തകങ്ങളിലും ആദ്യ ഭാഗത്തുണ്ട്. ഭരണഘടനാപരമായി കുട്ടികൾക്കുള്ള അവകാശങ്ങൾ 5 മുതലുള്ള പുസ്തകങ്ങളിൽ അവസാനം ചേർത്തിട്ടുണ്ട്. 7-ലെ സാമൂഹ്യ ശാസ്ത്രത്തിൽ പോക്സോ നിയമവും പാഠമാക്കിയിട്ടുണ്ട്. 5-ാം ക്ലാസ്സിലെ ആക്ടിവിറ്റി ബുക്കിലാണ് കൃഷി പാഠമുള്ളത്. 7-ലെ ആക്ടിവിറ്റി ബുക്കിൽ പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ ജോലികൾക്കൊപ്പമാണ് മാലിന്യ നിർമ്മാർജ്ജന പാഠം. എല്ലാ കുട്ടികൾക്കും, പുതുതായി സ്കൂളിൽ എത്തുന്ന എല്ലാ കുരുന്നുകൾക്കും ആശംസകൾ. വളരെ നല്ല ഒരു അധ്യയന വർഷം എല്ലാവർക്കും ആശംസിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമാൻസ്.